നിങ്ങൾ ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കും എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അനുഭവം മറക്കാൻ കേരളീയർക്ക് കഴിയുമോ? നമ്മളിവിടെ നേരിട്ട ദുരന്തം, നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിൻ്റെ തുടർച്ചയായി വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി എല്ലായിടങ്ങളിലും ഉള്ളത് തന്നെ. പക്ഷേ നമുക്ക് ഈ ദുരന്തങ്ങളിൽ നിന്ന് ശ്വാസം കഴിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപാണ് കോവിഡ് 2 വർഷം. ഒരു ഘട്ടത്തിലോക്കി. ഇതെല്ലാം പോരെ ഒരു സംസ്ഥാനത്തെ തീർത്തും തകർത്തെറിയാൻ? ആ തകർച്ചയുടെ പാരമ്യമായിരുന്നല്ലോ ആ നൂറ്റാണ്ടിലെ മഹാപ്രളയ ഘട്ടത്തിൽ കണ്ടത്. കേരളത്തെ അറിയാവുന്നവരടക്കം വേദനിച്ചല്ലോ. ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ സംസ്ഥാനം? ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനമല്ലേ കേരളം? ആ ഒരു സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ആ സംസ്ഥാനത്തിന് ഒരു കൈ താങ്ങു കൊടുക്കണ്ടേ? സംസ്ഥാനത്തെ സഹായിക്കണ്ടേ? ആരാ സഹായിക്കേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ സഹായിക്കേണ്ടത്. അതൊരു ഔദാര്യമല്ല. ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അവകാശപ്പെട്ടതാണ്. നാം പ്രത്യേക പാക്കേജ് ചോദിച്ചു, തന്നോ? പ്രത്യേക സഹായം തന്നോ? പോട്ടെ, അർഹതപ്പെട്ട സഹായം കിട്ടിയോ? എന്തായിരുന്നു നിങ്ങളുടെ മനോഭാവം? രക്ഷപ്പെടരുത്, തകരട്ടെ, ഒരു നാടിനോട് തകരട്ടെ എന്നൊരു മനോഭാവം കാണിക്കാൻ പാടുണ്ടോ? നിങ്ങളാണോ ഈ നാടിനെ വികസിപ്പിക്കാൻ പോകുന്നത്? ഈ നാടിൻ്റെ അനുഭവം വളരെ തിക്തമല്ലേ? തിക്തമായ അനുഭവമല്ലേ നമുക്കുള്ളത്? നിങ്ങളോ തന്നില്ല. ഇരിക്കട്ടെ, കേരളത്തെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയ ചില രാഷ്ട്രങ്ങൾ, അവരുടെ നെഞ്ചിൽ കേരളമുണ്ട്. ആ നാട് തകർന്നു പോകുന്നതിൽ അവർ വേദനിക്കുന്നു. അവർ ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നു, ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു, അനുവദിക്കണം. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല. ആര്? ഇന്ത്യ ഗവൺമെൻറ് മറുപടി എന്താ? ഈ പ്രകൃതി ദുരന്തം എന്നത് കേരളത്തിൽ ആദ്യമായി രാജ്യത്ത് ആദ്യമായി ഉണ്ടായ ഒരു അനുഭവമാണോ? ഇതേ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം അവിടെ ദുരന്തമുണ്ടായി. അന്താരാഷ്ട്ര സഹായം അന്ന് വാങ്ങി അതവിടെ ചെലവഴിച്ചു. തനിക്കാകാം, നിങ്ങൾക്ക് പറ്റില്ല എന്നല്ലേ മനോഭാവം? എന്തേ അങ്ങനൊരു മനോഭാവമായിട്ട് നടന്നത്? എന്തിനാണ് അങ്ങനെയൊരു നിലപാടെടുത്തത്? നിങ്ങൾക്ക് എന്ത് നഷ്ടം? ഒരു കൂട്ടർ കേരളത്തെ മനസ്സിലാക്കിയവർ കേരളത്തെ സഹായിക്കാൻ പുറപ്പെടുമ്പോൾ അത് സ്വീകരിക്കുന്നതിന്? അപ്പോൾ നിങ്ങളുടെ മനോഭാവമാണ് കാണിക്കുന്നത്. രക്ഷപ്പെടരുത്. എങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണട്ടെ. നമ്മുടെ നാട്ടുകാർ, ലോകത്താകെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സഹോദരങ്ങൾ, അവർ ഗവൺമെൻറ്റിനെ അറിയിച്ചു, ഞങ്ങൾ സഹായിക്കാം, ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സഹായം സ്വരൂപിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ഏതെങ്കിലും ഒരു മന്ത്രി ഇങ്ങോട്ടൊന്ന് വരണം ഞങ്ങളെ കൂടെ നിൽക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സഹായം സ്വരൂപിക്കാൻ എളുപ്പമാവും. ഗവൺമെൻറ് ആലോചിച്ചു, നല്ല കാര്യമല്ലേ, എല്ലായിടങ്ങളിലും ഓരോ മന്ത്രിയെ അയക്കാൻ തീരുമാനിച്ചു.
പക്ഷെ തീരുമാനിച്ചാൽ മാത്രം പോരാ, അനുവാദം കേന്ദ്ര ഗവൺമെൻറ് ഇത് വേണം മന്ത്രിക്ക് പോകാൻ. ആ അനുമതിക്ക് ആവശ്യപ്പെട്ടു. എന്താ മറുപടി? നിഷേധിക്കുന്നു. എന്താ കാര്യം? നിങ്ങൾ തകരട്ടെ, നാട് തകരട്ടെ എന്ന മനോഭാവം അല്ലെങ്കിൽ എന്തിനാണ് നിഷേധിക്കുന്നത്? എന്ത് ഛേദം കേന്ദ്ര ഗവൺമെൻറ്റിന്? ഇതെല്ലാം നമ്മുടെ അനുഭവത്തിൽപ്പെട്ടതല്ലേ? നിങ്ങളാണോ ഈ നാടിനെ വികസിപ്പിക്കാൻ പോകുന്നത്? വലിയ വലിയ കാര്യങ്ങളല്ലേ ഇപ്പോൾ പറയുന്നത്. അതിവേഗ റെയിൽ കൊണ്ടുവരൂ. എന്തേ കേരളയിലിന് പറ്റിയത്? എന്തിനാണ് തടഞ്ഞത്? ഇപ്പോൾ റെയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതമില്ലേ? ആ ദുരിതം ഇനിയും വർദ്ധിക്കാനല്ലേ പോകുന്നത്? നല്ല വേഗതയിൽ ഓടാൻ പറ്റാത്ത ഒരു ട്രാക്കിൽ വന്ദേ ഭാരത് എന്ന പേരിൽ ഒന്നോ രണ്ടോ വണ്ടി വലിയ വേഗതയിൽ ഓടുന്നതിൻ്റെ ഭാഗമായി റെയിൽവേ യാത്രക്കാരാകെ രക്ഷപ്പെടുമോ? വലിയ പ്രയാസമല്ലേ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനല്ലേ പുതിയ ട്രാക്കും പുതിയ വണ്ടിയും നല്ല വേഗതയിൽ പോകലും എല്ലാം നാടിനു വേണ്ടിയല്ലേ? ആധുനിക ലോകത്തിൻ്റെ യാത്രാ സൗകര്യം കേരളത്തിന് വേണ്ടേ? നിങ്ങൾ എന്തേ തടഞ്ഞത്? റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. നിങ്ങൾക്കൊരു സംസ്ഥാനത്തിന് മാത്രമായി നടപ്പാക്കാൻ പറ്റില്ല. നിങ്ങൾ കേരളത്തിന് മതിയായ യാത്രാ സൗകര്യം അനുവദിക്കില്ല എന്ന വാശിയോടെയുള്ള നിലപാടെടുത്തു. അതിൻ്റെ ഭാഗമായി അനുമതി തരാതിരുന്നു. നിങ്ങളുടെ മനോഭാവം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, എപ്പോഴാണോ കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരുന്നത് അപ്പം തുടങ്ങാം, അവിടെ കിടക്കട്ടെ. ഇപ്പം കിടക്കുകയല്ലേ അവിടെ? നിങ്ങൾ നാടിനെ വികസിപ്പിക്കുമല്ലേ? നിങ്ങളുടെ സഹായമില്ലാതെ തന്നെ കേരളം നല്ല രീതിയിൽ വികസിച്ച് വന്നിട്ടുണ്ടല്ലോ പല മേഖലകളിലും. ആ മേഖലകൾക്ക് എന്തെങ്കിലും സഹായം നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ചെയ്യണ്ടേ? ഇവിടുത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ച് എല്ലാവരും മതിപ്പോടെയല്ലേ സംസാരിക്കുക? ദേശീയ തലത്തിൽ കേരളം പ്രകീർത്തിക്കപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, നമുക്കൊരു എയിംസ് ഇല്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. കേരളത്തിന് അർഹതയില്ലേ? പ്രധാനമന്ത്രി നിങ്ങളുടെ അടുത്ത് എത്ര തവണ ഈ ആവശ്യവുമായി ഞങ്ങൾ വന്നു? നേരിട്ട് സംസാരിച്ചില്ലേ? സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. തന്നോ? കേരളത്തെക്കുറിച്ച് തെല്ലെങ്കിലും പരിഗണന നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ആ എയിംസ് അനുവദിക്കുന്നതിന് എന്താണ് തടസ്സം? സ്ഥലം നാടിന് മുൻപാകെ പരസ്യമായി പറഞ്ഞു. ആ മഹാദുരന്ത ഘട്ടത്തിൽ നാടെങ്ങനെ ഉയർന്നു വരുമെന്ന് പലരും ആശങ്കപ്പെടുന്ന ഘട്ടത്തിൽ എന്താ പറഞ്ഞത്? ഇത് തലയിൽ കയ്യും വെച്ച് കരഞ്ഞിരിക്കേണ്ട ഘട്ടമല്ല. നമ്മളങ്ങനെ കരഞ്ഞിരിക്കാനും തയ്യാറല്ല. നമുക്ക് അതിജീവിച്ചേ മതിയാകൂ. ആ അതിജീവനത്തിന് നമുക്കൊന്നിച്ചു നിൽക്കാം. നിന്നല്ലോ കേരളം. കേരളത്തിലെ ജനങ്ങൾ ഒരുമയോടെ ഐക്യത്തോടെ ഒന്നിച്ചണിനിരന്നു. ലോകം അത്ഭുതാതരങ്ങളോടെ നോക്കിക്കാണുമാറ് നമ്മുടെ കേരളം അതിജീവിച്ചു വന്നു. അതല്ലേ വസ്തുത? അതിലെവിടെ നിങ്ങളെ സഹായം? നിങ്ങൾ സഹായിക്കണ്ടേ? ഒരു രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനത്തിന് വന്ന ദുരന്തത്തിൽ ആ നാടിനെ സഹായിക്കാൻ ബാധ്യപ്പെട്ടവരല്ലേ നിങ്ങൾ? സഹായിച്ചോ? നിങ്ങൾ
ഇതല്ലേ നമ്മുടെ അനുഭവം.